വേൾഡ് ഹെൽത്ത് ഡേ തീംസ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ WHO എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന വേൾഡ് ഹെൽത്ത് ഡേ തീംസിനെ കുറിച്ചാണ് പറയുന്നത്. 2010 മുതൽ 2024 വരെയുള്ള എല്ലാ വർഷത്തെയും വേൾഡ് ഹെൽത്ത് ഡേ തീംസ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO എൻഫോഴ്സ് ചെയ്ത വർഷം 1948 ആണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് WHO ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. WHO അതിൻ്റേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. കൂടാതെ തന്നെ വേൾഡ് ഹെൽത്ത് അസംബ്ലി, എക്സിക്യൂട്ടീവ് ബോർഡ്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന ഒരു വൈഡ് സ്ട്രക്ചർ തന്നെ WHO അപ്പോൾ നമ്മുടെ WHO ഉൾപ്പെടെയുള്ള പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ വേറെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കയറാം. അപ്പോൾ എല്ലാ വർഷവും 7th ഏപ്രിലാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്ത ഇയർ നമ്മൾ പറഞ്ഞു 7th ഏപ്രിൽ 1948. അതുകൊണ്ടാണ് എല്ലാ വർഷവും 7th ഏപ്രിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും പബ്ലിക് ഹെൽത്ത് കൺസേൺ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ സെലക്ട് ചെയ്ത് അതിനെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് WHO. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ് ആ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചുള്ള അവബോധം കോമൺ പീപ്പിളിലേക്ക് എത്തിക്കുക, അതാണ് മെയിനായിട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കയറാം. 2010 വേൾഡ് ഹെൽത്ത് ഡേ തീം എന്ന് പറയുന്നത് അർബനൈസേഷൻ ആൻഡ് ഹെൽത്ത് ആണ്. 2011 ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. 2012 ആകുമ്പോൾ ഏജിങ് ആൻഡ് ഹെൽത്ത്. 2013 ഹൈ ബ്ലഡ് പ്രഷർ. 2014 വരുന്നത് വെക്റ്റർ ബോൺ ഡിസീസസ്. 2015 വരുന്നത് ഫുഡ് സേഫ്റ്റി. ഇനി 2016 വരുന്നത് ഡയബറ്റീസ് ആണ്. 2017 ഡിപ്രഷൻ. 2018 ആൻഡ് 19 അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. 2020 പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്. 2021 പറയുന്നത് ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ് ഫോർ എവറി വൺ. 2022 വരുന്നത് അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. 2023 പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ 75 years ഓഫ് പബ്ലിക് ഹെൽത്ത്. 2024 വരുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ്. അപ്പോൾ ഇത് ഇവിടെ ഉൾപ്പെടുത്താനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഒരു പർട്ടിക്കുലർ ഇയർ തന്നിട്ട് ആ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്നും കൂടെ നോക്കാം. 2010 അർബനൈസേഷൻ ആൻഡ് ഹെൽത്ത്. 2011 ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. 2012 ഏജിങ് ആൻഡ് ഹെൽത്ത്. 2013 ഹൈ ബ്ലഡ് പ്രഷർ. 2014 വെക്റ്റർ ബോൺ ഡിസീസസ്. 2015 ഫുഡ് സേഫ്റ്റി. 2016 ഡയബറ്റീസ്. 2017 ഡിപ്രഷൻ. 2018-2019 യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. 2020 സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. 2021 ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ് ഫോർ എവറി വൺ. 2022 അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. 2023 ഹെൽത്ത് ഫോർ ഓൾ 75 years ഓഫ് പബ്ലിക് ഹെൽത്ത്. 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക് യു.